അതാണ് നമുക്ക് എഫ്ഐആറിലെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഗുരുതര വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. 24 ന്യൂസിന്റെ മുതലാളി ആലിങ്കൽ മുഹമ്മദിനെതിരെയാണ്, ചെയർമാൻ ആലിങ്കൽ മുഹമ്മദിനെതിരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് കൂട്ടുപ്രതികൾ കൂടി ഇതിലുണ്ട്. അവർ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നതാണ്. അതായത് ഈ പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തി പരാതിക്കാരൻ സൗദി അറേബ്യയിൽ പ്രവർത്തനം നടത്തി വന്നിരുന്ന 2000 കോടി രൂപ മതിപ്പ് വില വരുന്ന ഹോസ്പിറ്റൽ ശൃംഖല വ്യാജരേഖകൾ ഉണ്ടാക്കി അന്യായമായി ചതി ചെയ്ത് തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉൾപ്പെടെ ശ്രമിക്കുകയും നെടുമ്പാശ്ശേരി എയർപോർട്ട് ഫ്ലോറ റെസിഡൻസി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പരാതിക്കാരനെ ദേഹോപദ്രവമേൽപ്പിച്ചും ചെയ്തിട്ടുണ്ട് എന്നതാണ് എഫ്ഐആർ പറയുന്നത്. അതായത് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഗുരുതര വകുപ്പുകൾ തന്നെ ചുമത്തിക്കൊണ്ടാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 24 ന്യൂസിന്റെ ചെയർമാനും 24 ന്യൂസ് മുതലാളി മുഹമ്മദ് ആലിങ്കലും മറ്റു കൂട്ടാളികളും ചേർന്നുകൊണ്ടാണ് നിലമ്പൂർ സ്വദേശിയായ പരാതിക്കാരനെ മർദ്ദിക്കുകയും ഹോട്ടലിൽ പൂട്ടിയിട്ട് നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. കാരണം എയർപോർട്ടിന് സമീപത്ത് ഇയാൾ വിദേശത്ത് നിന്ന് ഒത്തുതീർപ്പിനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പൂട്ടിയിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ ഉടമസ്ഥതയിലുള്ള സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ശൃംഖല, അത് 2000 കോടി രൂപ മതിപ്പ് വില വരുന്ന ഹോട്ടൽ ശൃംഖലയാണ്. അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിൽ ഇയാളെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നതെന്നും കൂടി എഫ്ഐആറിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഈ പരാതിക്കാരൻ നേരിട്ട് നൽകിയ പോലീസിന് നൽകിയ പരാതിയിലാണ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്യാം ദേവരാജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24 ന്യൂസ് മുതലാളി മാത്രമല്ല, അയാൾക്കൊപ്പമുള്ളവർ സംഘം ചേർന്നുകൊണ്ടാണ് ഇയാളെ പൂട്ടിയിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ഒത്തുതീർപ്പ് എന്ന സാധ്യത പോലും ഇല്ലാതിരുന്നിട്ട് കൂടി ഇയാളെ വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്, മർദ്ദിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 2000 കോടി രൂപ വില വരുന്ന ഇയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വളർത്തിയെടുത്ത ഹോസ്പിറ്റൽ ശൃംഖല തട്ടിയെടുത്തുകൊണ്ടാണ് ഈ മർദ്ദനവും എന്ന് കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഈ കേസിലെ ഒന്നാം പ്രതി 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലാണ്. രണ്ടാം പ്രതി നിസാം അലി, മൂന്നാം പ്രതി അബ്ദുൽ ലത്തീഫ്, നാലാം പ്രതി സുബൈർ, അഞ്ചാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി സമീർ. ഇവരാണ് ഈ അബ്ദുൾ റഹ്മാനെ ഒത്തുതീർപ്പിന് എന്ന വ്യാജേന നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നു. തുടർന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള സംഭവം, ഇദ്ദേഹത്തിന്റെ അബ്ദുൾ റഹ്മാന്റെ ഉടമസ്ഥയിലുള്ള വിദേശത്തുള്ള ആശുപത്രി ശൃംഖല ഏതാണ്ട് 2000 കോടി രൂപ മതിപ്പ് വില വരുന്ന ആശുപത്രി ശൃംഖല തട്ടിയെടുത്തു. അത് വ്യാജരേഖകൾ ചമച്ച് 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ അബ്ദുൾ റഹ്മാനെ നിരവധിയായ വ്യാജ പരാതികൾ നൽകി കള്ളക്കേസിൽ കുടുക്കി സൗദി അറേബ്യയിലെ ജയിലിലടയ്ക്കുന്നു. അങ്ങനെ മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. തുടർന്നാണ് പിന്നീട് കേസ് ഒരു ഘട്ടത്തിൽ തുടരുക.